ഹായ് 2024 നീറ്റിലെ മറ്റൊരു സൈലന്റ് ടോപ്പറെ പരിചയപ്പെടുന്നു. ലിയാന ഫാത്തിമ. ഹായ് ലിയാന. മോളുടെ സ്കോർ എത്രയാ? 682 അല്ലേ? ഓക്കെ. മോള് റിപ്പീറ്റർ ആണോ അതോ റീ റിപ്പീറ്റർ ആണോ? റിപ്പീറ്റർ ആണോ? പ്ലസ് ടു കഴിഞ്ഞ ഉടനെ നീറ്റ് എഴുതിയിരുന്നോ? എഴുതിയിരുന്നു. എത്രയാ മോളുടെ സ്കോർ? 550. 550 ആണല്ലേ? അതിന്നാണ് 682 മോള് വന്നത്. മോള് ഓൺലൈൻ ബാച്ച് ആയിരുന്നു ഓഫ്ലൈൻ ബാച്ച് ആയിരുന്നു? ഓഫ്ലൈൻ നമ്മുടെ വീര ബാച്ചിലെ സ്റ്റുഡന്റ് ആണ്. ഓക്കെ. എന്താണ് സൈലത്തിന്റെ ഒരു ക്ലാസ്സുകളെ കുറിച്ചൊക്കെ മോളുടെ ഒരു അഭിപ്രായം എന്താ? സൈലത്തിന്റെ ക്ലാസ്സുകൾ ഏറ്റവും നല്ല ക്ലാസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ. ഏറ്റവും നല്ല ക്ലാസ് എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെത്തട്ടിലുള്ള കുട്ടികൾക്കും ഏറ്റവും ടോപ്പർ ആയിട്ടുള്ള കുട്ടികൾക്കും ഒരുപോലെ മനസ്സിലാക്കാൻ പറ്റും. ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും ഒരുപോലെ നല്ലതാണ്. മോള് എങ്ങനെയാ സൈലത്തിലേക്ക് വരുന്നേ? ഞാൻ പ്ലസ് വൺ സമയത്ത് ഞങ്ങൾ ആ കൊറോണ ബാച്ച് ആയിരുന്നല്ലോ. അതിന്റെ സമയത്ത് ഭയങ്കര ടൈറ്റ് ഷെഡ്യൂള്, നല്ല ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാനൊക്കെ. ആ സമയത്ത് എന്റെ ഫ്രണ്ടാണ് പറഞ്ഞത് സൈലത്തിനെ പറ്റി. ഞാൻ സൈലത്തിന്റെ സാറിന്റെ കെമിസ്ട്രി ക്ലാസ് കേട്ടാണ് ഞാൻ സൈലം ഇറങ്ങുന്നത്. ഓക്കെ. അപ്പൊ മോൾക്ക് ഏറ്റവും ഇഷ്ടം കെമിസ്ട്രി ആണോ? അല്ല, ഫിസിക്സ് ആണ്. ഫിസിക്സ് ആണ്. ഓക്കെ. അപ്പൊ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് ഏതാ? ബുദ്ധിമുട്ടായിട്ടില്ല, പക്ഷേ ഫിസിക്കൽ കെമിസ്ട്രി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഫിസിക്കൽ കെമിസ്ട്രി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെയാ ആ ഒരു പ്രശ്നത്തെ നമ്മൾ ഓവർകം ചെയ്തേ? കുറെ ക്വസ്റ്റ്യൻ ചെയ്തു, മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്തു. ഓ, ഓക്കെ. അപ്പോ നമ്മളൊരു ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ദിവസം ഓൺലൈൻ ആയിട്ടും ഒരു ദിവസം ഓഫ്ലൈൻ ആയിട്ടും അല്ലേ? അപ്പൊ അത് സത്യത്തിൽ നല്ലതാണോ അതോ മോശമാണെന്നാണ് മോളുടെ അഭിപ്രായം? നല്ലതാണ്. അങ്ങനെ പറയാനുള്ള കാരണം? സ്ട്രെസ് ഫ്രീ ആവും. ഓക്കെ. നമ്മള് ക്ലാസ് കഴിഞ്ഞ് വന്ന് അവിടെ എത്തുമ്പോ ഒരു സമാധാനമാണ്. നാളെ ക്ലാസ് ഇല്ലല്ലോ, ഇന്നത്തെ റിവൈസ് ചെയ്യാം. പിറ്റേന്ന് ക്ലാസ്സിന് പോകാനൊരു സന്തോഷം, ഇന്ന് പഠിച്ചതാണല്ലോ, എക്സാം എഴുതാൻ പോകണം എന്നുള്ളൊരു സമാധാനം ഉണ്ടാകും. ഓക്കെ. നമ്മൾ ക്ലാസ്സിൽ ആദ്യം വരുന്ന സമയത്ത് ആദ്യം നമ്മൾ ചെയ്യുക രാവിലെ വന്നു ഒരു പരീക്ഷയാണ് അല്ലേ? നമ്മുടെ ഡെയിലി ടെസ്റ്റ്. ഈ ഡെയിലി ടെസ്റ്റുകൾ ശരിക്കും എങ്ങനെയാ അതിന്റെ ഒരു എക്സാമിന്റെ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെയാണോ ക്ലാസ് റൂമിൽ നമ്മൾ ഡെയിലി ടെസ്റ്റ് എഴുതുന്നത്? എക്സാം നല്ല സീരിയസ് ആയിട്ട് എഴുതുക, വെറുതെ എഴുതാറില്ല, നല്ല പഠിച്ചിട്ടാണ് എഴുതുക. ഓക്കെ. ഡെയിലി ടെസ്റ്റിന് പുറമെ വേറെ ഏതൊക്കെ എക്സാമുകൾ സൈലം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നേ? GAB ഉണ്ടാവും, ചാപ്റ്റർ വൈസ് ഉണ്ടാവും. ചാപ്റ്റർ വൈസ് എല്ലാ ആഴ്ചയും ഒരു ചാപ്റ്റർ ഫിനിഷ് ആവുമ്പോൾ ചാപ്റ്റർ വൈസ് എക്സാം ഉണ്ടാവും. GAB ഉണ്ടാവും. ലാസ്റ്റ് LMRP ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ചെയ്തു. ഓക്കെ. LMRP എന്ന് പറഞ്ഞാൽ നമ്മുടെ റിവിഷൻ പ്രോഗ്രാം അല്ലേ? കാരണം ഒരു ഡിസംബറോട് കൂടി നമ്മൾ പോർഷൻസ് എല്ലാം തീർത്ത് നമ്മൾ റിവിഷനിലേക്ക് കടന്നല്ലോ അല്ലേ? എങ്ങനെയായിരുന്നു LMRP? നല്ല ക്വസ്റ്റ്യൻസ്, നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് ക്ലാസ്സിൽ പോയി എക്സാം എഴുതുമ്പോ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. സാർ ഡിസ്കസ് ചെയ്യുമ്പോ ക്വസ്റ്റ്യൻ ഒക്കെ തെറ്ററിയുമ്പോ മനസ്സിൽ ഭയങ്കര സങ്കടമാണ്. കുറെ പേര് ലാസ്റ്റ് ആയപ്പോ ക്ലാസ്സിൽ വരാതിരുന്നത് ആ മാർക്ക് കുറയണ കാണുമ്പോ. പക്ഷെ അപ്പോഴും ഞാൻ പറയാ, ഇപ്പൊ ഈ ടെൻഷൻ ആയാലും 8ന്റെ അന്ന് ഞാൻ എക്സാം ഹാളിൽ പുറത്തിറങ്ങി വീഡിയോ നോക്കുമ്പോ എന്റെ എല്ലാം ശരിയാവുമ്പോ എനിക്കൊരു സന്തോഷമുണ്ട്. അന്ന് ഞാൻ ഇത് ഓർക്കുന്ന് പറഞ്ഞിട്ടാണ് LMRP അറ്റൻഡ് ചെയ്തത്. ഓക്കെ, വെരി ഗുഡ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ LMRPയുടെ ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്തത് നമ്മളെ NCERT തന്നെ എടുത്തത്. NCERT പുറത്തൊരു ചോദ്യം പോലും ഇല്ല. NCERTയുടെ മുക്കും മൂലയും വരെ അരിച്ചു പിറക്കിയിട്ടാണ് നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ആ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് LMRPയുടെ രൂപത്തിൽ തന്നിരുന്നത് അല്ലെ? ഓക്കെ. പരീക്ഷകൾ ഇപ്പൊ നമ്മൾ GABകളെ കുറിച്ച് പറഞ്ഞല്ലോ. GABകൾ നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് ഒരു നീറ്റ് മോഡൽ എക്സാം പോലെ തന്നെ ആയിരുന്നില്ലേ GABകളെല്ലാം? എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അത് എഴുതിയതുകൊണ്ടാണ് തോന്നുന്നു അത്ര പേടിയില്ല, ടെൻഷൻ ഇല്ലാണ്ട് ഫ്രീ ആയി പോയി എഴുതിട്ട് വന്നല്ലേ? കാരണം സാധാരണ ഒരു GAB എഴുതാൻ പോകുന്ന പോലെ തന്നെയായിരുന്നു നീറ്റും. കാരണം GABനെ അത്ര സീരിയസ് ആയിട്ട് എടുത്തു. കാരണം ഈ ഒരു സാഹചര്യം നമ്മൾ മുന്നേ എല്ലാ മാസവും നമ്മൾക്ക് പരിചയമുണ്ടല്ലോ, എല്ലാ മാസവും നമ്മൾ ഇതേപോലെ പരീക്ഷകൾ എഴുതുന്നുണ്ടല്ലോ. അപ്പൊ നീറ്റിന്റെ ഒരു ചോദ്യ പേപ്പർ കണ്ടപ്പോൾ മോൾക്ക് മുമ്പ് ഈ ചോദ്യങ്ങളൊക്കെ എവിടെയെങ്കിലും കണ്ടതായിട്ട് അല്ലെങ്കിൽ ഇതേ ഒരു പാറ്റേണിലുള്ള ചോദ്യങ്ങൾ കണ്ടതാണെന്നുള്ള ഓർമ്മ വന്നിരുന്നോ? ഓക്കെ. എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ചോദ്യങ്ങൾ നമ്മുടെ LMRPയുടെ ചോദ്യങ്ങളായിരുന്നു അല്ലേ? ഓക്കെ. നമ്മുടെ DPPകൾ നമ്മൾ പ്രിന്റഡ് ആയിട്ട് മെറ്റീരിയൽ ഒക്കെ ഇല്ലായിരുന്നു. എന്താ അതിനെ കുറിച്ചൊക്കെ മോളുടെ അഭിപ്രായം? എങ്ങനെയാ അത് യൂസ്ഫുൾ ആയേ? ഞാൻ അതിന്റെ മുന്നേ നോട്ട് എഴുതിയിരിക്കുമായിരുന്നു. ആദ്യം +2ന്റെ കൂടെ എഴുതിയപ്പോ. അപ്പൊ അതിന് കുറെ സമയം പോവും, വെറുതെ സമയം നഷ്ടമാവും. ഇതാവുമ്പോ നമുക്ക് ഓൾറെഡി തരികയാണ്, നമ്മൾ പഠിക്കാനുള്ളത്. അപ്പൊ കുറച്ചും കൂടി നല്ലതാണ്. നമുക്ക് ആദ്യം നേരിട്ട് കണ്ടു വെക്കാം, ഇത്ര ചാപ്റ്റർ ഉണ്ട്, ചാപ്റ്റർ ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ ക്വസ്റ്റ്യൻസും അതിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മൊത്തത്തില് നല്ലൊരു എക്സ്പീരിയൻസ്. സൈലത്തിന്റെ ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല ഫാക്കൽറ്റീസ്. ക്ലാസ് എടുക്കുന്ന ഗംഭീരാണെന്നോ അതോ അവര് ഫ്രണ്ട്ലി ആണോ? ഫ്രണ്ട്ലി ആണ്. ഓക്കെ. ക്ലാസ്സുകൾ എങ്ങനെയുണ്ട്? നല്ല ക്ലാസ്സുകളാണ്. ഞങ്ങൾ അവസാനം ഇതിൽ ക്യാമ്പസ് മാറിയിരുന്നു എക്സാം എഴുതാന്. ഫ്യൂച്ചറിലല്ല, വെസ്റ്റ് ഹില്ലിലായിരുന്നു. അപ്പൊ നമ്മൾ ഫാക്കൽറ്റീസിനെ അവിടെ, ഇവിടുത്തെ ഫാക്കൽറ്റീസ് അവിടെ ഉണ്ടാവില്ലല്ലോ. എക്സാമിന്റെ ഇടയിൽ അവര് വരുമ്പോ ഭയങ്കര സന്തോഷാണ് അവരെ കാണുമ്പോ. വീഡിയോയിലും അവരെ നമ്മളെ പഠിപ്പിച്ച് ഇവിടുത്തെ ഫാക്കൽറ്റീസ് അങ്ങോട്ട് വരുമ്പോ അല്ലേ സന്തോഷം. ഓക്കെ. അപ്പൊ മോള് 682 എന്ന് പറയുന്ന ഒരു സ്കോർ ഇതിന് മുമ്പത്തെ പരീക്ഷകളിൽ കിട്ടിയിരുന്നു മോൾക്ക്? 681 വരെ കിട്ടിയിട്ടുണ്ട്. GABയിലായിരുന്നു. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ടൈം ആണ്
ഈ ഒരു ആ ഒരു റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഈ ഒരു സ്കോർ ഉണ്ടാകുമെന്ന് പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നോ? ഉണ്ടായിരുന്നു. മോൾ അപ്പം തന്നെ ആൻസറിക്കും കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നു. ഓക്കെ. അപ്പൊ ഇനി വരാൻ പോകുന്ന ആളുകളോട് മോൾക്ക് എന്താ പറയാ? ഐ മീൻസ് ഇനിയിപ്പോ ജൂനിയേഴ്സ് വരാൻ പോവാണ് സൈലത്തിലേക്ക്, കുറെ ആളുകൾ പുതിയ കുട്ടികൾ വരാൻ പോകുന്നു, അവരോട് മോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുകയാണെങ്കിൽ തീവ്രമായിട്ട് ആഗ്രഹിക്കുക. അപ്പൊ നമ്മള് ആൽക്കമിസ്റ്റിൽ പറഞ്ഞ പോലെ അതിനുവേണ്ടി യൂണിവേഴ്സ് മൊത്തം നമ്മളെ കൂടെ നിൽക്കും. ഓക്കെ. നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും സഹായിക്കാണ്ടാവും. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്തായാലും വരുന്ന ജൂനിയേഴ്സ് ഇതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആകട്ടെ. മോളുടെ സ്വപ്നം ഏത് മെഡിക്കൽ കോളേജിൽ പഠിക്കണം എന്നാ? കോഴിക്കോട് ആണ് പ്രതീക്ഷിച്ചത്. അതിനെ കോഴിക്കോട്ടുകാർക്കെല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒരു സ്നേഹം ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ മോളെ എല്ലാ സ്വപ്നങ്ങളും പൂവണിയട്ടെ. ഒരു ഗംഭീര ഡോക്ടറായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.